പിള്ളേരേക്കാൾ കഷ്ടായി ജോയിച്ചിന്റെ കാര്യം. പിന്നെ എന്നത്തിനാ ഹീറോ വിളിക്കാൻ പോയത്? അതിപ്പോ എന്നാ പറഞ്ഞാലും നമ്മുടെ സണ്ണിക്ക് ഒരു പ്രശ്നം വരുമ്പോ അവന്റെ കൂടെ നിൽക്കണ്ടായിരുന്നു. വറീത മാപ്പനയുടെ രക്തം അതിന്റെ ഞരമ്പിൽ കൂടെ ഓടുന്നത്. ഞങ്ങളുടെ പൂർവികന്മാർ നല്ല അസൽ ക്ഷത്രിയന്മാരായിരുന്നു എന്ന് എന്റെ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വെറും ഒരു റൗഡിയെ കാണുമ്പോൾ പേടിച്ചോടുന്നു വിചാരിച്ചല്ലോ എന്റെ ആൻസിനി. ഓ, അത് പിന്നെ എനിക്ക് അറിയാൻ മേലായോ? ഒന്ന് നിൽക്കണ്ട ആൻസി കൂടെ. വീട് ചോദിച്ച പിള്ളേരപ്പുറത്തുണ്ട്. ഇത്രയും കൊല്ലത്തിനടക്ക് തലകുത്തി മറിഞ്ഞ് നോക്കിയിട്ട് നിന്നെ പകലൊന്നും എനിക്ക് പിടികിട്ടിട്ടില്ല. എത്ര കാലമായി ഞാൻ കൊതിക്കാന്നറിയാവോ? ആളും ബഹളം ഒഴിഞ്ഞൊരു നേരമല്ലേ ഈ വീട്ടില്. പിള്ളേരെയും മേലക്കാരെയും കണ്ടുപിടിച്ച് നിന്നെ ഒന്ന് പിടികിട്ടാനുള്ള വഴി ആലോചിച്ച് എത്രയാ ഞാൻ എന്റെ തല പുണ്ണാക്കിയത്. എന്നത്തിനാ ചോദിച്ച നടക്കാത്ത കാര്യം ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കുന്നത്? നടക്കും, നടന്നേ ഒക്കത്തുള്ളൂ. ഒരു ഉഗ്രൻ ഐഡിയ ഇട്ടിട്ടുണ്ട്, ബുദ്ധിപരമായ ഒരു നീക്കം. ഇന്ന് നിന്നെ ഞാൻ പകൽ വെളിച്ചത്തിലൊന്ന് കാണും, നോക്കിക്കോ. ഇതിപ്പം കാണേണ്ട സിനിമയാന്നാ പൊതുവെയുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് കുട്ടികൾ. എന്നാത്തിനാ നമ്മൾ സിനിമ കാണുന്നത്? പറ, എന്നാത്തിനാ? അറിയത്തില്ല, അതാ കുഴപ്പം. വാ, ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് ഓരോ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇപ്പൊ കാണാൻ പോകുന്ന സിനിമ. സമയമായല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാ ഈ സിനിമയുടെ ഗുണപാഠം. ഈ ഗുണപാഠങ്ങളൊക്കെ മക്കൾ കണ്ടു തന്നെ പഠിക്കണം. അതുകൊണ്ടാ പപ്പ നിർബന്ധിച്ച് സിനിമയ്ക്ക് വിടുന്നത്. എന്നിട്ട് പപ്പയും മമ്മിയും വരാത്തെന്താ? അയ്യേ, പപ്പ സിനിമയ്ക്കൊന്നും പോകത്തില്ലെന്ന് എന്നെ കുട്ടിക്ക് അറിയത്തില്ലയോ? പിന്നെ ഈ ഗുണപാഠങ്ങളൊക്കെ പപ്പ പണ്ടേ പഠിച്ചിട്ടുള്ളതാ. പപ്പ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. അതിപ്പോ ആർക്കാ അറിയാൻ മേലാത്തത്? ഓടാ. ഓ, മമ്മിയോ? മക്കള് പോയച്ചും വരുമ്പോഴത്തേനും പപ്പ മമ്മിയെ പഠിപ്പിച്ചോളാം. പപ്പ കുളപ്പുറം വെക്കണ്ടേ നീടിയിട്ട് പപ്പ എന്നാ ഗുണപാഠമോ പഠിച്ചത്? വെള്ളരെ നോക്കണേ. ഓ, എന്നതാ കാർത്തിയാനി എല്ലാരും കൂടെ ഈ നേരത്ത്? എന്നാ പറയാനാ, 2 മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെയെങ്കിലും വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ലൈനയിൽ ഏതാണ്ട് പണിയാ. പിള്ളേർക്കാണെങ്കിൽ ടിവിയിൽ 2:30 സിനിമ കാണണമെന്ന് നിർബന്ധവും. നോക്കിക്കഥ കയറി വരണടി പിള്ളേരെ. ഇത് നമ്മുടെ വീടല്ലയോ? എല്ലാത്തിനാ നാണിച്ചിരിക്കുന്നേ? കുഞ്ഞിരാമൻ വന്നില്ലയോ കാർത്തിയാനി? ഓ, അങ്ങനെ എവിടെ പോയി കിടക്കൊന്നും ആർക്കറിയാം. വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും 4 കാലയില്. പിന്നെ നമുക്ക് എന്നേലും മിണ്ടാൻ പറ്റുമോ? മൂക്കിന്റെ നമ്മ തല്ലിയോ ദേഷ്യം? നാക്കൊന്ന് പിഴച്ചു പോയാ പിന്നെ തല്ലി തന്നെ. വാടി പിള്ളേരെ. അല്ല, കുഞ്ഞിരാമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബസമേതം ഒരു സിനിമ കാണായിരുന്നു. ഒരു കുടുംബചിത്രമായിരുന്നു. ഓ, എന്നാത്തിനാ? അങ്ങേരില്ലാത്ത തന്നെ ഞങ്ങക്ക് നല്ലത്. എന്നാ നിങ്ങൾ ചെന്ന് സിനിമ കണ്ടാട്ടെ. ഓ.